നമസ്കാരം. ചതുരംഗത്തിലേക്ക് സ്വാഗതം. സനാതനധർമ്മത്തെ അശ്ലീലമാക്കിയ ഒരു കഥയുണ്ട്. അതാണ് ഇന്നത്തെ ചിന്താവിഷയം. പണ്ട് ഭാരതത്തിൽ കോത്താഴം എന്നൊരു നാട്ടുരാജ്യമുണ്ടായിരുന്നു. അവിടെ രാജാവും മന്ത്രിമാരും രാജഗുരുവും കൂടി ഭരണം നടത്തിക്കൊണ്ടിരിക്കെ ഒരു സംഭവമുണ്ടായി. കോത്താഴത്തെ ചില ആളുകൾ സനാതനധർമ്മം ആചരിക്കുന്നതായി രാജാവിന് വിവരം കിട്ടി. എന്താണ് സനാതനധർമ്മം? ഇതേക്കുറിച്ച് പഠിക്കാൻ രാജാവ് പണ്ഡിതരോട് ആവശ്യപ്പെട്ടു. സനാതനധർമ്മം എന്നാൽ ഒരിക്കലും നശിക്കാത്തതും നശിപ്പിക്കാൻ കഴിയാത്തതുമായ ധർമ്മമാണ്. ധർമ്മം എന്ന് പറഞ്ഞാൽ സത്യം, നീതി, ദയവ്, സ്നേഹം തുടങ്ങിയ സദ്ഗുണങ്ങൾ മനുഷ്യരിൽ ഉണ്ടാക്കുന്ന ജീവിതക്രമമാണ് സനാതനധർമ്മം. അങ്ങനെയുള്ള സനാതന ധർമ്മം നമ്മുടെ രാജ്യത്തും വരുന്നത് നല്ലതാണെന്ന് പണ്ഡിതന്മാർ രാജാവിനോട് പറഞ്ഞു. പക്ഷേ രാജഗുരുവിന് വ്യത്യസ്തമായ ഒരു അഭിപ്രായമാണ് ഉണ്ടായിരുന്നത്. അതിന് കാരണം, ഈ സനാതനധർമ്മം വന്നാൽ നാട്ടിൽ കൊള്ളയും കൊലയും പീഡനവും അഴിമതിയും അക്രമവും ഒക്കെ ഇല്ലാതാവും. അപ്പോൾ പ്രജകളാരും സങ്കടം പറഞ്ഞ് നമ്മുടെ അടുത്തേക്ക് വരില്ല. പിന്നെ നമ്മുടെ ഭരണം എന്തിനാ? അതും തന്നെയുമല്ല, കൂടുതൽ ജനങ്ങൾ സനാതനത്തിലേക്ക് മാറിയാൽ അവരെല്ലാവരും കൂടി അവരുടെ നേതാവിനെ തിരഞ്ഞെടുത്താൽ നമ്മുടെ ഭരണം ചിലപ്പോൾ നഷ്ടമായെന്നും വരും. ഇത് കേട്ടപ്പോൾ രാജാവ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് സനാതനധർമ്മം വേണ്ട. പക്ഷേ അത് ജനങ്ങളെ പഠിക്കാതിരിക്കാനും ജനങ്ങളെ സ്വീകരിക്കാതിരിക്കാനും നമ്മൾ എന്ത് ചെയ്യും? അതിനൊരു മാർഗമുണ്ട്. രാജഗുരു പറഞ്ഞു, സനാതനധർമ്മം വന്നാൽ കൂടെ ചാതുർവർണ്ണ്യവും വരുമെന്ന് പറയണം. എന്താ ചാതുർവർണ്ണ്യം? ചാതുർവർണ്ണ്യത്തിൽ എല്ലാ ജനങ്ങളും ജോലി ചെയ്യേണ്ടി വരും. ജോലി ചെയ്യുന്ന ശൂദ്രർക്കും മറ്റും കൂലി കിട്ടുകയുമില്ല. അപ്പോൾ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ പൊതുവെ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടാത്തവരായതുകൊണ്ട് ജോലി ചെയ്യേണ്ടി വരികയും അവർക്ക് കൂലി കിട്ടാതാവുകയും ചെയ്യും. അപ്പോൾ ജനങ്ങൾ തന്നെ പറയും, അങ്ങനെയാണെങ്കിൽ ചാതുർവർണ്ണ്യവും സനാതനധർമ്മവും നമുക്ക് വേണ്ട. ഈ കാര്യം ജനങ്ങളോട് പറഞ്ഞാൽ മതി. പക്ഷെ രാജാവ് ഒരു സംശയം ചോദിച്ചു. ചാതുർവർണ്ണ്യം പണ്ട് മനുസ്മൃതിയുടെ കാലത്ത് ഉണ്ടായിരുന്നതല്ലേ, അതെങ്ങനെയാണ് ഇപ്പോഴും തിരിച്ചു വരിക? അതിനും രാജഗുരുവിന് മറുപടി ഉണ്ടായിരുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം. പ്രജാക്ഷേമത്തിനു വേണ്ടി രാജാവ് ദേവപ്രശ്നം നടത്തി. അപ്പോൾ അതിൽ കണ്ടത് സനാതനധർമ്മം അശ്ലീലമാണ് എന്നാണ്. തന്നെയുമല്ല, സനാതനധർമ്മം ആരെങ്കിലും സ്വീകരിച്ചാൽ രാജ്യത്തിനു വലിയ ദോഷവും ഉണ്ടാവും. അതുകൊണ്ട് ആരും സനാതനധർമ്മം സ്വീകരിക്കരുത് എന്ന് പറഞ്ഞാൽ മതി. ആ കാര്യം രാജാവിനും ഇഷ്ടമായി. രാജാവ് പറഞ്ഞു, എങ്കിൽ ഉടനെ നമുക്ക് ഒരു വിളംബരം തയ്യാറാക്കി ജനങ്ങളെ അറിയിക്കാം. മന്ത്രി മുഖ്യനെ അതിന് ചുമതലപ്പെടുത്തി. അങ്ങനെ തയ്യാറാക്കിയ വിളംബരവും രാജ്യത്തിന്റെ നാനാഭാഗത്തും ജനങ്ങളെ പെരുമ്പറ കൊട്ടി അറിയിച്ചു. അതിന്റെ ചുരുക്കം ഇതായിരുന്നു: കോത്താഴ രാജ്യത്തെ സകലമാന പ്രജകളെയും പ്രജാക്ഷേമം മുൻനിർത്തി നമ്മുടെ മഹാരാജാവ് പൊന്നുതിരുമേനി അറിയിക്കുന്നതെന്തെന്നാൽ, കോത്താഴ രാജ്യത്ത് ഒരാളും സനാതനധർമ്മം സ്വീകരിക്കാൻ പാടില്ലാത്തതാകുന്നു. കാരണം സനാതനധർമ്മം അശ്ലീലമാണെന്ന് ദേവപ്രശ്നത്തിൽ കണ്ടെത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഏതെങ്കിലും ഒരാൾ സനാതനധർമ്മം സ്വീകരിച്ചാൽ അവരെ ശൂദ്രനെന്ന് മുദ്രകുത്തി ജീവിതകാലം മുഴുവൻ പണിയെടുപ്പിക്കുന്നതും കൂലിയില്ലാതെ കഷ്ടപ്പെടുത്തുന്നതുമാണ്. രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി എല്ലാ ജനങ്ങളും ഈ വിളംബരം ശ്രദ്ധിച്ച് ജീവിക്കണമെന്ന് ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു. ഈ വിളംബരത്തിനു ശേഷം കോത്താഴത്താരും സനാതനധർമ്മം എന്ന വാക്ക് പോലും പറഞ്ഞിട്ടില്ല എന്നാണ് കഥ. ഇതിലെ കഥാപാത്രങ്ങളൊന്നും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരല്ല എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വചനങ്ങൾ നിർത്തുന്നു. നന്ദി.